ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. മരൂട്ടിച്ചാൽ വെള്ളച്ചാട്ടം കാണാനെത്തി വനത്തിനുള്ളിൽ അകപ്പെട്ട യുവാക്കളെ 2 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി. യുവാക്കളെ കണ്ടെത്താനായത് പാലപ്പള്ളിയിലെ ജനകീയ കൂട്ടായ്മയുടെ നിശ്ചയദാർഢ്യം. വന്യമൃഗങ്ങളുടെ വിഹാരകേന്ദ്രമായ മരൂട്ടിച്ചാൽ വനമേഖലയിൽ നിയമം ലംഘിച്ച് ദിനംപ്രതി വന്നെത്തുന്നത് നിരവധി പേർ. മരൂട്ടിച്ചാൽ വനയാത്ര ഒട്ടും സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശത്തും അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി. അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് മൃഗസ്നേഹികളുടെയും പുതിയ കേന്ദ്ര നിയമത്തിന്റെയും പേരിൽ. തൃപ്രയാറിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് വിപണന സംഘാംഗമായ യുവാവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗണേശമംഗലം സ്വദേശി ശരൺ സത്യയാണ് അറസ്റ്റിലായത്. നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് ഭൂമി കയ്യേറ്റം സംബന്ധിച്ച കളക്ടറുടെ അന്തിമ റിപ്പോർട്ട് അനന്തമായി നീളുന്നു. 3.5 മാസമായിട്ടും കയ്യേറ്റം സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാതെ അധികൃതർ. വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് ചൊക്കനയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. കാട്ടാനയുടെയും പുലിയുടെയും സാന്നിധ്യം മൂലം തോട്ടം തൊഴിലാളികൾ ഭീതിയിൽ. പട്ടാളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനത്തെ മറികടന്ന് തപാൽ വകുപ്പിന്റെ പുതിയ വ്യവസ്ഥകൾ. പഴയ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കണമെന്ന് കോർപ്പറേഷൻ കൌൺസിലർമാർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മരൂട്ടിച്ചാൽ വെള്ളച്ചാട്ടം കാണാനെത്തി വനത്തിനുള്ളിൽ അകപ്പെട്ട യുവാക്കളെ 2 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി. രാപ്പകലില്ലാതെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിനൊടുവിലാണ് യുവാക്കളെ കണ്ടെത്തി പുറംലോകത്ത് എത്തിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് വടക്കേക്കാട് ചിരിയങ്കണ്ടത്ത് വീട്ടിൽ സിറിൽ, ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം പഞ്ചവടി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർ മരോട്ടിച്ചാൽ വല്ലൂർ വനമേഖലയിലെ വെള്ളച്ചാട്ടം കാണാനെത്തിയത്. സന്ധ്യ മയങ്ങി ഇരുട്ട് പരന്നതോടെ വഴിതെറ്റിയ ഇവർ വനത്തിനുള്ളിൽ അകപ്പെടുകയായിരുന്നു. മൊബൈൽ റേഞ്ച് ലഭ്യമായി തിങ്കളാഴ്ച രാവിലെ മാത്രമാണ് ഇവർക്ക് സുഹൃത്തിന്റെ ഫോണിലേക്ക് ബന്ധപ്പെടാൻ സാധിച്ചത്. അപ്പോഴേക്കും മൊബൈൽ ബാറ്ററി ചാർജ് തീർന്ന് ഓഫായി. ഉടൻ തന്നെ സുഹൃത്തുക്കൾ ബന്ധുക്കളെ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വന്യജീവികൾ അടക്കമുള്ളവയുടെ ഭീഷണി വകവയ്ക്കാതെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൈകിട്ടോടെ വനത്തിനുള്ളിൽ തിരച്ചിൽ ആരംഭിച്ചു. തിരച്ചിലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇരുട്ടും ആനയുമെല്ലാം പ്രതിരോധം സൃഷ്ടിച്ചെങ്കിലും യുവാക്കളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി നാട്ടുകാരും ഫോറസ്റ്റും പോലീസും സംഘങ്ങളായി തിരിഞ്ഞ് തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച പകലും ഇടതടവില്ലാതെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പാലപ്പള്ളിയിൽ നിന്നും 7 കിലോമീറ്ററോളം ഉൾവനത്തിൽ നിന്ന് ഇവരെ ഉച്ചതിരിഞ്ഞ് 3:15 ഒരു സംഘം കണ്ടെത്തിയത്. ക്ഷീണിച്ച് അവശരായി കിടന്ന യുവാക്കളെ പിന്നീട് തിരച്ചിൽ സംഘം മരോട്ടിച്ചാലിലെത്തിച്ചു. തുടർന്ന് ഒല്ലൂർ പോലീസ് ഇവരെ ജില്ലാ ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. കൊടുംകാട്ടിൽ വഴിതെറ്റിയലഞ്ഞ തങ്ങൾ വെള്ളം കുടിച്ച് ശബ്ദം കേൾക്കുന്ന ദിക്ക് നോക്കി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ തളർന്നെന്ന് ഭീതി വിട്ടൊഴിയാതെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ്, എങ്ങടെ പോകണമെന്നുള്ള അറിയണ്ടായിരുന്നില്ല. ആൾക്കാർ ഓരോ ഒച്ച കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ട് അങ്ങനെ പോയി പിന്നെ ദൂരം കൂടി പോയതാ. ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ നിയോഗം പോലെ തങ്ങൾക്കരികിലേക്ക് എത്തിയതെന്ന് ഇവർക്ക് നന്ദി അറിയിച്ച ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അന്ന് ആൾക്കാർ ഒരുപാട് ഞങ്ങളെ തേടി വന്ന കാരണം ഞങ്ങൾക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ പറ്റി. അത് കാരണം അവർ ശബ്ദം കേട്ട് അവരൊപ്പം പോകുന്നു. അവരില്ലെങ്കിൽ എന്തായാലും ഒന്ന് രക്ഷപ്പെട്ടുണ്ടാവില്ല ഞങ്ങൾ. അല്ല, അവർക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവാക്കളെ പിന്നീട് ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. TCV തൃശൂർ. ഉൾവനത്തിൽ കുടുങ്ങിയ 2 യുവാക്കളെ കണ്ടെത്താനായത് പാലപ്പള്ളിയിലെ ജനകീയ കൂട്ടായ്മയുടെ നിശ്ചയദാർഢ്യം. 3 ദിവസമായി കാട്ടിൽ കിടന്ന് അവശനിലയിലായ യുവാക്കൾക്ക് രക്ഷകരായത് പാലപ്പള്ളിയിലെ ജനകീയ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. പാലപ്പള്ളിയിൽ ജനകീയ ചന്ത നടത്തുന്ന ഇവർ യുവാക്കളെ കാണാതായ വാർത്ത അറിഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയാണ്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ഇവർ ചന്ത അവസാനിപ്പിച്ച് യുവാക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. 7 പേരടങ്ങുന്ന സംഘമാണ് തിരച്ചിലിന് ഇറങ്ങിയത്. കാട്ടിൽ കയറി പരിചയമില്ലെങ്കിലും യുവാക്കളെ കണ്ടെത്തുന്നതിനുള്ള ദൗത്യവുമായി ഇവർ മുന്നേറുകയായിരുന്നു. വെള്ളച്ചാട്ടത്തിനടുത്തുനിന്ന് 7.5 കിലോമീറ്റർ അകലെയാണ് യുവാക്കളെ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. വഴിതെറ്റി 2 മലയിടുക്കുകൾ കടന്ന് കാട്ടുചോലയുടെ സമീപത്ത് അവശനിലയിലായിരുന്നു യുവാക്കൾ. രാവിലെ തിരച്ചിൽ ആരംഭിച്ച സംഘം കാട്ടിൽ കയറിയ ഉടനെ കാണാതായ യുവാക്കളുടെ പേരുകൾ വിളിച്ചും ഉറക്കെ കൂവി വിളിച്ചുമാണ് തിരച്ചിൽ നടത്തിയത്.
ഏകദേശം 7 കിലോമീറ്റർ കടന്നപ്പോൾ മറുവശത്തു നിന്ന് മനുഷ്യന്റേതായ ഒരു ശബ്ദം കേൾക്കുകയായിരുന്നു. പിന്നീട് ഈ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഇവർ നടന്നു ചെന്നു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് 1/2 കിലോമീറ്ററോളം നടന്നു ചെന്ന സംഘത്തിന് കാണാൻ കഴിഞ്ഞത് ചോലക്കരികിൽ അവശനിലയിൽ കിടക്കുന്ന യുവാക്കളെയാണ്. വെള്ളച്ചാട്ടം കാണാനെത്തിയ ഇവർ പാതിവഴിയിൽ വെള്ളച്ചാട്ടം കാണാനാകാതെ ദിശ മാറി പോകുകയായിരുന്നു. കാട്ടിൽ അകപ്പെട്ടതിനു ശേഷം നാടുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഇത്രയും ദിവസങ്ങളിൽ വെള്ളം മാത്രം കുടിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തിയത്. ആന പോകുന്ന വഴി നോക്കി വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ സഞ്ചരിച്ചാണ് ഇവർ ചോലക്കരികിൽ എത്തിയത്. രാത്രികളിൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇവർ പാറയുടെ മുകളിൽ അഭയം തേടിയതായും യുവാക്കൾ പറഞ്ഞു. ഇവരെ രക്ഷിക്കാനായി എത്തിയ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടക്കം പൊട്ടിക്കുന്നതിന്റെ ശബ്ദം യുവാക്കൾ കേട്ടെങ്കിലും വന്യമൃഗങ്ങളെ ഭയന്ന് അങ്ങോട്ടേക്ക് പോകുന്നതിനോ മറുശബ്ദം വെക്കുന്നതിനോ ഇവർക്ക് ധൈര്യം ലഭിച്ചില്ല. ഇതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ ഏതോ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിഗാനത്തിന്റെ ശബ്ദം കേട്ടതിനാൽ ജനവാസ കേന്ദ്രത്തിന്റെ അരികിലെത്തിയെന്ന് ഇവർക്ക് മനസ്സിലായി. യുവാക്കളെ രക്ഷിച്ചു കൊണ്ടുവന്ന സംഘം കാട് വെട്ടിത്തെളിച്ചാണ് നാട്ടിലെത്തിയത്. വനപാലകരുടെയോ മറ്റുള്ളവരുടെയോ സഹായമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിന് ആശംസകളുമായി നിരവധി പേർ മരോട്ടിച്ചാൽ വല്ലൂരിലെത്തി. രക്ഷിച്ചു കൊണ്ടുവന്നവരെ സുരക്ഷിതമായി കൈമാറിയതിനു ശേഷമാണ് സംഘം മടങ്ങിയത്. വരന്തരപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് ഹസീം, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺസൺ മാത്യു, ഇസ്മയിൽ, അനീസ്, വിൽസൺ, ഷിജു, ബേബി, കുഞ്ഞുമുഹമ്മദ് എന്നിവർ ചേർന്നാണ് യുവാക്കളെ രക്ഷിച്ചത്. TC ന്യൂസ്, പുതുക്കാട്. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ മരോട്ടിച്ചാൽ വനമേഖലയിൽ നിയമം ലംഘിച്ച് ദിനംപ്രതി വന്നെത്തുന്നത് നിരവധി പേർ. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ വനയാത്ര സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് അത്യന്തം അപകടമാണ്. വനത്തിനുള്ളിലെ നീരുറവകളും വെള്ളച്ചാട്ടവുമാണ് മരോട്ടിച്ചാൽ വല്ലൂർ വനമേഖലയെ സന്ദർശകരുടെ ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നത്. ഇതിനാൽ യുവാക്കളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ഇവിടം മാറിയത്. കൊടും വനമായ ഇവിടെ ആനയടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം പതിവാണെന്നിരിക്കെ വനം വന്യജീവി വകുപ്പ് പ്രദേശത്തേക്ക് സന്ദർശകരടക്കമുള്ളവരുടെ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഒട്ടനവധി മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ദിനംപ്രതി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിരവധിയാണ് ഇവിടേക്ക് വന്നെത്തുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായി അംഗീകരിക്കാത്ത തീർത്തും അപകട മേഖലയായ ഈ വനവും വെള്ളച്ചാട്ടവും കേന്ദ്രീകരിച്ച് പലവിധ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായി ആക്ഷേപമുണ്ട്. കേട്ടറിവിന്റെ മാത്രം വെളിച്ചത്തിൽ വളരെ ദൂരദിക്കിൽ നിന്നുപോലും ഇവിടെയെത്തി അപകടങ്ങളിൽപ്പെടുന്നവരും നിരവധിയാണ്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് ദിവസേന വനത്തിലേക്ക് കടക്കുന്നവരെ തടയാനോ നിയന്ത്രിക്കാനോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും സാധിക്കാറില്ല. ഇതിനാൽ തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന വനത്തിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കും തുടർന്നു പോരുകയാണ്. ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് നമ്മൾ പ്രഖ്യാപനത്തിലുള്ളൂ. അത് യാഥാർത്ഥ്യത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. കാരണം ഇതിനകത്ത് ഫോറസ്റ്റ് അധികാരിപ്പെട്ട വനം ഭൂമിയാണത്. കോളേജ് കുട്ടികൾ വരുന്നു, കോളേജ് അങ്ങനെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അങ്ങനെ ഒരു മലയിൽ ഇങ്ങനെ കയറി പോവുകയാണ്. അത് ഏതെല്ലാം തരത്തിലുള്ള ആളുകളാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനൊരു നിയന്ത്രിക്കാൻ പോലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കഞ്ചാവടക്കമുള്ള ലഹരി ഉപയോഗത്തിനായി യുവാക്കൾ കൂടുതലായും തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനവാസ കേന്ദ്രമല്ലാത്ത ഈ വനമേഖലയാണെന്നും പരക്കെ ആക്ഷേപമുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടെങ്കിലും കാര്യക്ഷമമായ ഒരു നടപടിക്കും മുതിരാത്ത വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയും ഇക്കാര്യത്തിൽ ചെറുതല്ല. അതുകൊണ്ട് തന്നെ വൻ അപകടങ്ങൾക്ക് വഴിവെക്കും മുൻപേ ഇനിയെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ ഗൗരവപൂർവമായ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടേതടക്കമുള്ള ആവശ്യം. വനം വകുപ്പിന്റെ കർക്കശമായ മുന്നറിയിപ്പുകൾ പോലും വകവയ്ക്കാതെയാണ് വന്യജീവികളുടെ വിഹാരകേന്ദ്രം കൂടിയായ ഈ വനമേഖലയിലേക്ക് ദിനംപ്രതി നിരവധി പേർ എത്തുന്നത്. മരോട്ടിച്ചാൽ വനമേഖലയിൽ നിന്നും ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശത്തും അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി. കഴിഞ്ഞ ദിവസം രാത്രി അലഞ്ഞുതിരിഞ്ഞ പശു തട്ടിയതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് റോഡിൽ തെറിച്ചു വീണ അധ്യാപകൻ മരണമടഞ്ഞിരുന്നു. കുറുക്കഞ്ചേരി JPEHS സ്കൂളിലെ അധ്യാപകൻ സാജൻ ആന്റോയുടെ ജീവനാണ് റോഡിൽ പൊലിഞ്ഞത്. ഇത്തരം ദുരന്തങ്ങൾ വരുത്തുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഇരുട്ടായാൽ കന്നുകാലികളുടെ വിളനിലമായി മാറിയിരിക്കുകയാണ് തൃശൂരിലെയും പരിസരങ്ങളിലെയും നിരത്തുകൾ. പലപ്പോഴും വഴിമുടക്കികളായി ഇരുട്ടിന്റെ മറവിൽ നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്ന ഇവയെ വാഹനയാത്രികർ കാണാറില്ലെന്ന് വാസ്തവം. മൃഗസ്നേഹികളുടെയും പുതിയ കേന്ദ്ര നിയമത്തിന്റെയും പേര് പറഞ്ഞ് അധികാരികൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. നഗരത്തിൽ അലയുന്ന കന്നുകാലികൾ വരുത്തുന്ന ദുരന്തങ്ങളെക്കുറിച്ച് TCV അടക്കമുള്ള മാധ്യമങ്ങൾ നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നു. അധികാരികൾ നിസ്സംഗത പുലർത്തുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം.
അറിവിന്റെ ബാലപാഠങ്ങൾ ഇന്നലെ വരെ തങ്ങൾക്ക് സ്നേഹവായ്പയോടെ പകർന്നു നൽകിയ പ്രിയ അധ്യാപകന്റെ മൃതദേഹത്തിന് വിറങ്ങലിച്ച മിഴികളോടെയാണ് കുറുക്കഞ്ചേരി JPEHS സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചത്. കോവിലകത്തുംപാടത്ത് നടുറോഡിൽ അലഞ്ഞുതിരിഞ്ഞ പശു ബൈക്കിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്കേറ്റാണ് ബിയൂർ പടിക്കല വീട്ടിൽ പരേതനായ ആന്റണി മകൻ 54 വയസ്സുള്ള സാജൻ ആൻഡോ കഴിഞ്ഞ ദിവസം രാത്രി മരിച്ചത്. തന്റെ അരുമ ശിഷ്യർ തന്നെയാണ് ഗുരുവിനെ അപകടസ്ഥലത്ത് കണ്ടെത്തിയതും ആശുപത്രിയിലെത്തിക്കുവാൻ നേതൃത്വം നൽകിയതും. എങ്കിലും തങ്ങളുടെ അരുമ ഗുരുനാഥന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 18 വർഷത്തിലേറെയായി JPEHS സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ബയോളജി അധ്യാപകനായിരുന്നു സാജൻ ആൻഡോ. കുട്ടികൾക്ക് എന്നും വഴികാട്ടിയും സുഹൃത്തും സ്നേഹസമ്പന്നനും പിതൃതുല്യനുമായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെയായിരുന്നു സഹപ്രവർത്തകരോടുള്ള ഈ അധ്യാപകന്റെ പെരുമാറ്റം. ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആ സൗഹൃദം എന്നും ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സാജനെന്ന് സഹപ്രവർത്തകർ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതുദർശനത്തിനായി സ്കൂൾ അങ്കണത്തിലെത്തിച്ച മൃതദേഹത്തിൽ ഹെഡ്മിസ്ട്രസ് CS വൃന്ദ, മാനേജർ ED തോമസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അച്ചൂസിന്റെ ഭാരവാഹികൾ, അധ്യാപകൻ, സമീപ സ്കൂളിലെ അധ്യാപകർ, വിരമിച്ച അധ്യാപകർ, നെടുപുഴ പോലീസ്, നിർമ്മലപുരം ദേവാലയ വികാരി ഫാദർ പോൾ പിണ്ടിയാൻ തുടങ്ങി നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചേറൂർ ദേവാലയത്തിലായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ. TCV ന്യൂസ്, തൃശൂർ. തൃപ്രയാറിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് വിപണന സംഘാംഗമായ യുവാവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി വഴിനടക്കൽ ശരൺ സത്യയാണ് അറസ്റ്റിലായത്. ഗോവയിൽ DJ പാർട്ടി സംഘാടകൻ കൂടിയായ ശരണിൽ നിന്ന് മാരക മയക്കുമരുന്നായ MDMA ക്രിസ്റ്റലും പൗഡറും LSD സ്റ്റാമ്പും കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ തൃപ്രയാർ TSDA ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കിഴക്കേ റോഡിൽ നിന്നാണ് യുവാവ് മയക്കുമരുന്നുമായി പിടിയിലാകുന്നത്. ബാഗിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും വളരെ നാളുകളായി യുവാവ് ഇത്തരം മയക്കുമരുന്നുകൾ നാട്ടിലെത്തിച്ച് ഉപയോഗിക്കുകയും വിതരണം ചെയ്യാറുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഗോവയിൽ DJ പാർട്ടികൾ സംഘടിപ്പിച്ച് വിദേശികളിൽ നിന്ന് മയക്കുമരുന്ന് സംഘടിപ്പിക്കും. തുടർന്ന് ഇവ വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവർക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. വലപ്പാട് CI TK ഷൈജു, വലപ്പാട് SI ER ബൈജു, ജൂനിയർ SI JS രതീഷ് തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് ശരണിനെ പിടികൂടിയത്. നമ്മൾ ഈ കഴിഞ്ഞ 1-ാം തീയതി തൃപ്രയാർ കിഴക്കേനടയിൽ ഒരു പയ്യനെ ഇതുപോലെ കഞ്ചാവായിട്ട് പിടിച്ചിരുന്നു. അതിൻ്റെ അന്വേഷണത്തിലാണ് നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിൽ എല്ലാ പേരുകളും ചെന്നെത്തുന്നത് ശരൺ എന്ന് പറഞ്ഞ പയ്യൻ്റെയിലാണ്. അപ്പോൾ അവൻ ഇതുപോലെ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ DJ മ്യൂസിക്കും പരിപാടിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇവൻ ഗോവയിലും ബാംഗ്ലൂരും ചെന്നൈന്നൊക്കെ ആയിട്ടാണ് ഈ സാധനം, ഈ LSD സ്റ്റാമ്പ്, പിന്നെ പുതിയ ക്രിസ്റ്റൽ മെത്ത്, MDയുടെ പുതിയൊരു ഫോമായ ക്രിസ്റ്റൽ മെത്ത്, LSD സ്റ്റാമ്പ്, കൂടാതെ ഈ മെയിനായിട്ടുള്ള കഞ്ചാവിൻ്റെ സാധനങ്ങൾ ഇവൻ്റെ കയ്യിൽ നമുക്ക് കിട്ടുന്നത്. കാരണം ഇവൻ കുറച്ച് നാളുകളായിട്ട് പോലീസും എക്സൈസും ഇവൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഈ ഭാഗങ്ങളിലവൻ അധികം കമ്പനി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം അവനെ ക്യാച്ച് ചെയ്യാൻ കിട്ടുന്നില്ല. കണക്ഷൻസ്, മൊബൈൽ കണക്ഷൻസ്. ഇനിയൊരു ഇടവേള. നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള D സിനിമാസ് ഭൂമി കൈയേറ്റം സംബന്ധിച്ച കളക്ടറുടെ അന്തിമ റിപ്പോർട്ട് അനന്തമായി നീളുന്നു. സർക്കാർ വക പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് D സിനിമാസ് നിർമ്മിച്ചതെന്ന പരാതിയെ തുടർന്ന് സർവേ നടപടികൾ പൂർത്തീകരിച്ച് 3.5 മാസമായിട്ടും കയ്യേറ്റം സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് ഇനിയും സമർപ്പിക്കാനായിട്ടില്ല. പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് സന്തോഷ്, ബാബു എന്നിവരാണ് സർക്കാർ പുറമ്പോക്ക് കയ്യേറിയാണ് D സിനിമാസ് നിർമ്മിച്ചതെന്ന് പരാതി നൽകിയത്. മുൻ കളക്ടർ MS ജയയുടെ കാലത്ത് ഇത് പരിശോധിച്ചെങ്കിലും ദിലീപിന് അനുകൂലമായി കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പിടിയിലായതോടെയാണ് ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. സർക്കാർ വക പുറമ്പോക്ക്, തൊട്ടടുത്തുള്ള കനാൽ, പുറകിലുള്ള ക്ഷേത്രം വക ഭൂമി എന്നിവയെല്ലാം കയ്യേറ്റം നടത്തിയാണ് തിയേറ്റർ സമുച്ചയം പണിതതെന്നാണ് ആരോപണം. റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 27-ന് ജില്ലാ സർവേ സൂപ്രണ്ട് R ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് D സിനിമാസും പരിസരവും വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തിയത്. റവന്യൂ രേഖകളിൽ കൃത്രിമം നടത്തിയും വ്യാജരേഖ ചമച്ചുമാണ് സ്ഥലം കൈമാറിയതെന്നും ഇതിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നും നേരത്തെ ആരോപണമുയർന്നിരുന്നു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നും പല രേഖകളും ചാലക്കുടി നഗരസഭയിൽ ലഭ്യമായില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഏറെ സങ്കീർണമായ വിഷയത്തിൽ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർക്കും കളക്ടർക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. പലതവണ സ്ഥലമുടമകളുമായി ചർച്ച നടത്തുകയും രേഖകൾ പരിശോധിക്കുകയും ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 3.5 മാസമായിട്ടും കയ്യേറ്റം സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് റവന്യൂ വകുപ്പിനെ കൈമാറാനായിട്ടില്ലെന്നാണ് വിവരം.
ഇതിനിടയിൽ കളക്ടർ ഡോക്ടർ എ കൗശികൻ ട്രെയിനിങ്ങിനായി 1 മാസം സ്ഥലത്തില്ലാത്തതിനാൽ റിപ്പോർട്ട് അനിശ്ചിതമായി നീണ്ടുപോകുകയായിരുന്നു. അവധി കഴിഞ്ഞ് കളക്ടർ അടുത്തയാഴ്ച മടങ്ങിയെത്തുന്നതോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് ചൊക്കനയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. ചൊക്കന എസ്റ്റേറ്റ് ഗ്രൗണ്ടിന് സമീപത്തെ തൊഴിലാളികളുടെ പാഡികൾക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് തിങ്കളാഴ്ച പുലർച്ചെ പുലിയിറങ്ങിയത്. എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മണപ്പുള്ളി പോൾരാജിന്റെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നു. പശുക്കുട്ടിയുടെ ജഡം ഏറെക്കുറെ പുലി തിന്ന നിലയിലാണ്. പോൾരാജിന്റെ വളർത്തുനായയെയും പുലി ആക്രമിച്ചു. നായയുടെ വയർ മാന്തി പൊളിച്ചിരുന്നു. തോട്ടത്തിൽ ടാപ്പിംഗിനെത്തിയ തൊഴിലാളികളാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്തുകിടക്കുന്ന പശുക്കുട്ടിയുടെ ജഡവും സമീപത്ത് പരിക്കേറ്റ് അവശനിലയിൽ കിടക്കുന്ന നായയെയും കണ്ടത്. ചൊക്കന പ്രദേശത്ത് നേരത്തെയും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ചിട്ടുള്ളതായി തോട്ടം തൊഴിലാളിയായ ചെറ്റക്കൽ പൗലോസ് പറഞ്ഞു. ഇവിടെ പുലിശല്യം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി. പുലി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ പശുക്കളെ പിടിക്കൽ സാധാരണയാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വലിയൊരു പേടി ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ 2 പിടിച്ചു. ഇപ്പോൾ ഇതിപ്പോൾ പോൾരാജിൻ്റെ 3 ഇവിടെ ഈ അടുത്തടുത്ത അവസരങ്ങളിലാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ കാട്ടാനകളുടെ ശല്യം ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. കാട്ടാനകൾ വന്ന് ഇവിടെ കൃഷി നശിപ്പിക്കലും ഇവിടെ തൊഴിലാളികൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനയും ഈ സംഭവമറിഞ്ഞ് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ ഉദ്യോഗസ്ഥർ, വെറ്ററിനറി അധികൃതർ, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ എന്നിവർ സ്ഥലത്തെത്തി. പുള്ളിപ്പുലിയാണ് മേഖലയിൽ വിഹരിക്കുന്നതെന്ന് തോട്ടം തൊഴിലാളികൾ പറഞ്ഞു. വനത്തോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിൽ പുലിയെ പലരും കണ്ടിട്ടുള്ളതായും പറയുന്നു. കാട്ടാനശല്യവും ചൊക്കന മേഖലയിൽ രൂക്ഷമാണ്. 2 ദിവസം മുൻപ് ചൊക്കന പുഴയോരത്ത് കാട്ടാനയെ കണ്ടതായി തൊഴിലാളികൾ അറിയിച്ചു. കാട്ടാനയുടെയും പുലിയുടെയും സാന്നിധ്യം തോട്ടം തൊഴിലാളികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്നാണ് സ്ത്രീകളടക്കമുള്ള തോട്ടം തൊഴിലാളികൾ പുലർച്ചെ റബ്ബർ പ്ലാന്റിംഗിൽ ജോലിക്കെത്തുന്നത്. പട്ടാളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനത്തെ മറികടന്നുകൊണ്ടുള്ള തപാൽ വകുപ്പിന്റെ പുതിയ വ്യവസ്ഥകൾക്കെതിരെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വിമർശനം. നേരത്തെ കോർപ്പറേഷനും തപാൽ വകുപ്പുമായി ഒപ്പിട്ട ധാരണാപത്രത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി പോസ്റ്റ് മാസ്റ്റർ ജനറൽ പുതിയ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുകയായിരുന്നു. 3500 സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിച്ച് നൽകുന്നതുവരെ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്നതടക്കമുള്ള പുതിയ ഒട്ടേറെ വ്യവസ്ഥകളാണ് തപാൽ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പ്രായോഗികമല്ലെന്നും കോർപ്പറേഷൻ തപാൽ വകുപ്പിന് കീഴടങ്ങിയെന്നും കൗൺസിൽ യോഗത്തിൽ വിമർശനമുയർന്നു. കേന്ദ്രമന്ത്രിസഭയ്ക്ക് മുകളിലാണോ തപാൽ വകുപ്പ് എന്ന വിമർശനവും യോഗത്തിലുയർന്നു. ഇക്കാര്യം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും പുനഃപരിശോധിക്കണമെന്നും ജോൺ ഡാനിയൽ, MS സമ്പൂർണ്ണ, ഗ്രീഷ്മ ജയഘോഷ്, വർഗീസ് കണ്ടംകുളത്തി എന്നിവർ അഭിപ്രായപ്പെട്ടു. തൃശൂർ MP-മാരെക്കുറിച്ചുള്ള ജോൺ ഡാനിയലിന്റെ പരാമർശത്തിനെതിരെ CPI അംഗങ്ങൾ പ്രതിഷേധിച്ചു. പഴയ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന് യോഗത്തിൽ ധാരണയായി. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ബസും കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം 8 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച വൈകിട്ട് പാർലിക്കാട് ബൈപ്പാസിലാണ് അപകടമുണ്ടായത്. തിച്ചൂർ സരസ്വതി വിദ്യാനികേതനിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി, 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അലന, 3ാം ക്ലാസ് വിദ്യാർത്ഥി അബി, കാർ യാത്രക്കാരായ ഒറ്റപ്പാലം സ്വദേശികളായ സതീഷ് ബാബു, അനീഷ്, വിനോദ്, ബൈക്ക് യാത്രികൻ ചെറുതുരുത്തി തഴപ്ര സ്വദേശി ഷബീർ, സ്കൂൾ ബസ് ഡ്രൈവർ ബാബുജി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകട വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും ഹൈവേ പോലീസും പരിക്കേറ്റവരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിനുള്ളിൽ കുടുങ്ങിയ യാത്രികരെ വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേന കാറ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്കിടെ ആനയുടെ കുത്തേറ്റ് മരിച്ച പാപ്പാൻ കോതച്ചിറ വെളുത്തെടുത്ത് സുഭാഷിന്റെ കുടുംബത്തിന് അടിയന്തരമായി ധനസഹായം 5 ലക്ഷം രൂപ നൽകാനും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകാനും ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. പാപ്പാന്റെ കുടുംബത്തിനും പരിക്കേറ്റ ഭക്തയ്ക്കും സർക്കാർ ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. ആനയടഞ്ഞ് തിരക്കിനിടയിൽപ്പെട്ട് പരിക്കേറ്റ ഭക്ത പടിഞ്ഞാറേ നടയിൽ താമസിക്കുന്ന ദേവകിയമ്മയ്ക്ക് 50,000 രൂപയും നൽകും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് 3 ആനകളെ എഴുന്നള്ളിച്ചിരുന്നത് വെട്ടിച്ചുരുക്കി ഒരാനയാക്കിയത് തുടരും. ആവശ്യമെങ്കിൽ ക്ഷേത്രത്തിന് പുറത്ത് ഒരാനയെ കരുതലായി നിർത്തും. സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്ന ഉത്സവം, ഏകാദശി, അഷ്ടമിരോഹിണി എന്നീ വിശേഷ ദിവസങ്ങളിൽ 3 ആനകളോടെയായിരിക്കും എഴുന്നള്ളിപ്പ്. മണ്ഡലകാലത്തെ ശീവേലി എഴുന്നള്ളിപ്പ് ആചാരപ്രകാരം 3 ആനകളോടെ തുടരും. ശീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന ആനയുടെ പാപ്പാന് പുറമെ പരിചയസമ്പന്നരായ 5 പാപ്പാന്മാരുടെ സേവനം ഉറപ്പുവരുത്തും. ക്ഷേത്ര പരിസരത്ത് നിലവിലുള്ള ആംബുലൻസിന് പുറമെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ നിന്നുള്ള മറ്റൊരു ആംബുലൻസും ഡ്രൈവറും സേവന നിരതരായി ഉണ്ടാകും. ആനത്താവളത്തിലും ആംബുലൻസ് സേവനം ഉറപ്പാക്കും. ആനത്താവളത്തിലെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നതിന് ബുധനാഴ്ച പ്രത്യേക യോഗം ചേരും. യോഗത്തിൽ ചെയർമാൻ N. പീതാംബരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. നവനീതം കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൃത്യതി നൃത്തപരിപാടി തൃശൂർ സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ തുടരുന്നു. 2ാം ദിവസം വൈകിട്ട് ഭാഗ്യലക്ഷ്മി ശിവരാമകൃഷ്ണൻ അവതരിപ്പിച്ച ഭരതനാട്യം അരങ്ങേറി.
ബുധനാഴ്ച വൈകിട്ട് 6:30 അഞ്ജലിനാഥ് അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി അരങ്ങേറും. ഈ മാസം 15 നൃത്തപരിപാടിക്ക് സമാപനം. ചൊവ്വലൂർപ്പടി വലിയ തോട്ടിൽ മാലിന്യം തള്ളിയ 2 ബേക്കറി ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടയുടമകളിൽ നിന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം 25,000 രൂപ വീതം പിഴ ഈടാക്കി. ഗുരുവായൂർ കിഴക്കേനടയിലെ കേരള സ്വീറ്റ് ഹൌസ് ഉടമ പാലക്കാട് വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം സ്വദേശി ചുഴിയംകാട്ടിൽ വീട്ടിൽ കൃഷ്ണദാസ്, പ്രഭു സ്വീറ്റ്സ് ഉടമ നെന്മിനി സ്വദേശി മേലേപ്പറമ്പിൽ ജോഷി എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കടയുടമയെ അറസ്റ്റ് ചെയ്തത്. ആരോഗ്യ വിഭാഗം കടയുടമകൾക്ക് നോട്ടീസും നൽകി. കുന്നുകുളം വെട്ടിക്കടവ് ചിറക്കൽ താഴം കോൾപ്പാടത്ത് ബണ്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യാൻ ഉത്തരവ്. വ്യാപക പരാതിയെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച KLDC ഉദ്യോഗസ്ഥ സംഘമാണ് കരാറുകാരന് മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഏക്കർ കണക്കിന് വരുന്ന കോൾകൃഷിയെ ദോഷകരമായി ബാധിക്കാവുന്ന തരത്തിൽ മാലിന്യവും കെട്ടിടാവശിഷ്ടങ്ങളും നിറഞ്ഞ മണ്ണ് ഉപയോഗിച്ചുള്ള ബണ്ട് നിർമ്മാണത്തെക്കുറിച്ച് CPI നിയോജകമണ്ഡലം കമ്മിറ്റിയും കിസാൻ സഭയും KLDCക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ K. ഭാസ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തിയത്. മാലിന്യം നിറഞ്ഞ മണ്ണ് നീക്കം ചെയ്യാനും പകരം പുതിയ മണ്ണ് ഇറക്കാനുമാണ് നിർദ്ദേശം. അടിയന്തരമായി ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷം വീണ്ടും പരിശോധനയ്ക്ക് എത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിർമ്മാണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച അഴിമതിയും തട്ടിപ്പും സംബന്ധിച്ച് TCB വാർത്ത നൽകിയിരുന്നു. ജലസേചന വകുപ്പിന്റെ അനാസ്ഥയാണ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ കനാൽ ബണ്ട് കവിഞ്ഞൊഴുകാൻ ഇടയാക്കിയതെന്ന് മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. കോൾപ്പടവിലെ പ്രധാന ചാലിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ബണ്ട് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് വെള്ളം ഒഴുകുന്നത് രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികൾ പരാതിപ്പെട്ട സാഹചര്യത്തിൽ പടവ് സന്ദർശിക്കാനെത്തിയതായിരുന്നു MLA. ഏനമാവ് റെഗുലേറ്ററിന് സമീപത്തുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസിൽ സ്ഥിരം ഉദ്യോഗസ്ഥൻ പല ദിവസങ്ങളിലും സ്ഥലത്തില്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും MLA പറഞ്ഞു. ജില്ലാ കോൾ വികസന സമിതി യോഗത്തിൽ MLA ഈ വിഷയം ഉന്നയിക്കുകയും പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശി ബുധനാഴ്ച ആഘോഷിക്കും. ഏകാദശി വ്രതം നോറ്റ് 10,000 ബുധനാഴ്ച തൃപ്രയാർ ക്ഷേത്രത്തിലെത്തും. രാവിലെ 8 മണിക്ക് 30ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവാന്റെ സ്വർണ്ണക്കോലം വഹിക്കും. 10,000ഓളം ഭക്തർക്ക് ഏകാദശി ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ ഊട്ടുവിതരണം ആരംഭിക്കും. വൈകിട്ട് 3 മണിക്ക് കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന ധ്രുവമേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശിവേലി നടക്കും. രാത്രി 11 മണിക്ക് കാണിക്കയിടൽ പ്രധാന ചടങ്ങായ വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കും. 11 ആനകളുടെ അകമ്പടിയോടെ ഭഗവാൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. ദ്വാദശി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് കുനിശ്ശേരി അനിയന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം അരങ്ങേറും. തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമിട്ടുള്ള ശാസ്താവിന്റെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഭക്തി സാന്ദ്രമായി. 3 ആനകളോടെയാണ് ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു ശാസ്താവിന്റെ എഴുന്നള്ളത്ത്. പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതികളായ 19 BJP RSS പ്രവർത്തകരെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെന്മിനിയിൽ RSS പ്രവർത്തകൻ ആനന്ദൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മുല്ലശ്ശേരിയിൽ ആക്രമണം അഴിച്ചുവിടുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്ത BJP പ്രവർത്തകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടെ സബ് ഇൻസ്പെക്ടറെയും പോലീസുകാരെയും ആക്രമിച്ച് ജീപ്പിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പാവറട്ടി SI MV ജയപ്രകാശ്, ASI ശിവദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. ഇടവേള. വാർത്തകളിലേക്ക്. ബാങ്ക് വിളിക്കാൻ പള്ളിയിലേക്ക് പോകും വഴി മുക്രി കുഴഞ്ഞു വീണ് മരിച്ചു. മതിലകം പുതിയകാവ് ജുമാ മസ്ജിദിലെ മതപണ്ഡിതനായ വലിയകത്ത് 73 വയസ്സുള്ള അബ്ദുൾ കരീം മൗലവിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ പുന്നക്ക ബസാറിലെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ട മൗലവി
ജുമാ മസ്ജിദ് ഓഫീസിന് സമീപം എത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം ഇതുവഴി വന്ന പള്ളി കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് മൗലവിയെ CK വളവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 5.5 പതിറ്റാണ്ടിലേറെയായി പുതിയകാവ് ജുമാ മസ്ജിദിലെ പ്രധാന മുക്രിയായും മദ്രസ അധ്യാപകനായും ജോലി ചെയ്തു വരികയായിരുന്നു. മുതലകത്ത് കാർ ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. ശ്രീനാരായണപുരം സ്വദേശി അയനിപ്പള്ളി വീട്ടിൽ പരേതനായ ബാലന്റെ മകൻ 45 വയസ്സുള്ള ലാലാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെ മതിലകം മതിൽമൂലയിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ലാലിനെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലാലിന്റെ അവയവങ്ങൾ 5 പേർക്കായി ദാനം ചെയ്തു. ശ്രീനാരായണപുരത്തെ വെളിച്ചെണ്ണ വ്യാപാരിയായിരുന്നു ലാൽ. കയ്പമംഗലം കൊപ്പർകളത്ത് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ചളിങ്ങാട് സ്വദേശി പുതിയ വീട്ടിൽ നവാസിനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്സ് പ്രവർത്തകർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. കൊപ്രക്കളം ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന നവാസിന്റെ ദേഹത്ത് നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ചോറൂണ് കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണം. വലപ്പാട് ബീച്ചിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാര ചടങ്ങിനിടെ ഉണ്ടായ സംഘട്ടനവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 പേർക്കെതിരെ വധശ്രമത്തിന് വലപ്പാട് പോലീസ് കേസെടുത്തു. വലപ്പാട് സ്വദേശികളായ വടികെട്ടി പ്രണവ്, ഷൈരജ്, വളവത്ത് സഞ്ജിത്ത്, ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. കാറ്ററിംഗ് ജീവനക്കാരനും തളിക്കുളം തമ്പാൻകടവ് സ്വദേശിയുമായ മയൂർ വീട്ടിൽ അജയ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. സംഭവത്തിന് പിന്നാലെ അക്രമി സംഘത്തിൽപ്പെട്ടവർക്ക് നേരെ രാത്രിയോടെ എതിർ സംഘവും ആക്രമണം നടത്തി. സാരമായി പരിക്കേറ്റ ഒരാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരു സംഭവങ്ങളിലും ഉൾപ്പെട്ടവരെ പിടികൂടാൻ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് BSNL ജീവനക്കാരും ഓഫീസർമാരും ദ്വിദിന പണിമുടക്ക് ആരംഭിച്ചു. ഓൾ യൂണിയൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് BSNLന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് റാലി സംഘടിപ്പിച്ചു. കോവിലകത്തും പാടത്തെ BSNL ആസ്ഥാനത്തുനിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി പട്ടാളം റോഡിലെ BSNL ഓഫീസിൽ സമാപിച്ചു. ഓൾ യൂണിയൻ ആൻഡ് അസോസിയേഷൻ ഓഫ് BSNL കൺവീനർ PR ശങ്കരനാരായണൻ, ഭാരവാഹികളായ PV ഗോകുലൻ, AC ഷാജി, ഗിരിജാവല്ലഭൻ, PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ടവർ കമ്പനി രൂപീകരണ തീരുമാനം പിൻവലിക്കുക, 2ാം ശമ്പള പരിഷ്കരണ കമ്മിറ്റിയുടെ ശേഷിച്ച ശുപാർശകൾ നടപ്പിലാക്കുക, 4G സേവനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിനോടനുബന്ധിച്ച് ബുധനാഴ്ച കോർപ്പറേഷൻ പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനം CN ജേതവൻ MP ഉദ്ഘാടനം ചെയ്യും. കടപ്പുറം പഞ്ചായത്തിൽ ഓഖി ദുരിതബാധിതർക്ക് സഹായം ലഭിക്കുന്നില്ലെന്ന് പരാതി. കടപ്പുറം പഞ്ചായത്തിലെ തൊട്ടാപ്പ് മുതൽ മുനയ്ക്കക്കടവ് വരെയുള്ള പ്രദേശങ്ങളിൽ ഓഖി ചുഴലിക്കാറ്റ് വിതച്ച നാശത്തിന് ഇപ്പോഴും പരിഹാരമായില്ല. പലരുടെയും വീടുകൾ ഇനിയും താമസയോഗ്യമായിട്ടില്ല. തീരത്ത് ചില വീടുകൾ ഭാഗികമായി തകരുകയും മണ്ണ് മൂടുകയും സാധന സാമഗ്രികൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടും ഇവരെ സഹായിക്കാൻ ഫണ്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ AC മൊയ്തീനും VS സുനിൽകുമാറും ദുരിതബാധിതർക്ക് സഹായം പ്രഖ്യാപിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല. മണ്ണ് മൂടിയ വീടുകൾ ചില സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായത്താൽ വൃത്തിയാക്കിയിരുന്നു. താൽക്കാലിക സഹായത്തോടെയോ അരിയോ കൊടുത്തില്ലെന്നാണ് പരാതി. മേഖലയിൽ ശുദ്ധജലക്ഷാമവും രൂക്ഷമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെയും MK സാനു ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ CJ തോമസ് ജന്മശതാബ്ദി ആചരണവും അനുസ്മരണ സമ്മേളനവും തൃശൂരിൽ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ പ്രസിദ്ധീകരിക്കുന്ന CJയുടെ ലേഖനങ്ങൾ എന്ന ഗ്രന്ഥസമാഹാരത്തിന്റെ പ്രകാശനവും MK സാനു ഫൗണ്ടേഷന്റെ പ്രഥമ CJ തോമസ് ദേശീയ പുരസ്കാര സമർപ്പണവും MK സാനു നിർവഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, സുധാകരൻ രാമന്തളി, ചന്ദ്രശേഖരൻ കമ്പാർ തുടങ്ങിയവർ സംസാരിച്ചു. കരുത്തുറ്റ കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഔട്ട്സ്പോക്കൺ നായകൻ MG സോമന്റെ ഓർമ്മകൾക്ക് 20 വയസ്സ്. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. 1941 KN ഗോവിന്ദപണിക്കരുടെയും PK ഭവാനിയമ്മയുടെയും മകനായി ജനിച്ച MG സോമൻ നാടകത്തിലൂടെയാണ് അഭിനയത്തിന്റെ ഹരിശ്രീ കുറിച്ചത്. തുടർന്ന് 1973 ദേശീയ അവാർഡ് നേടിയ PN മേനോന്റെ ഗായത്രിയിൽ രാജമണി എന്ന നിഷേധിയായ ബ്രാഹ്മണ യുവാവിന്റെ വേഷത്തിലൂടെ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. എങ്കിലും ചട്ടക്കാരിയിലെ റിച്ചാർഡ് എന്ന ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രമാണ് സോമന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീട് അങ്ങോട്ട് മുൻനിര സംവിധായകരുടെ കൈകളിലായിരുന്നു ഈ കലാകാരന്റെ അഭിനയ ജീവിതം. സൗമ്യനായ പരുക്കന്റെ പ്രതിച്ഛായയായിരുന്നു സോമന്റെ മുഖമുദ്ര. 1 വർഷം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചുവെന്ന അപൂർവ ബഹുമതിയും ഈ കലാകാരന് സ്വന്തമാണ്.
1 വർഷം 42 ചിത്രങ്ങളിൽ അഭിനയിച്ചാണ് സോമൻ ഈ നേട്ടം കൈവരിച്ചത്. 24 വർഷത്തിനിടെ 400ഓളം ചിത്രങ്ങളിൽ സോമൻ നിറഞ്ഞു നിന്നു. രാസലീലയിലെ ദത്തൻ നമ്പൂതിരി, തുറമുഖത്തിലെ ഹംസ, രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി തുടങ്ങി സോമന്റെ ഭാവങ്ങളിലൂടെ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ ഏറെയാണ്. സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിർമ്മിച്ച ആയുർവേദ പാർക്കിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ഏരിയ പ്രസിഡന്റ് സേവ്യർ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി സംസ്ഥാന ട്രഷറർ ബിന്നി എമ്മട്ടി ആയുർവേദ പാർക്കിന്റെ സമർപ്പണം നടത്തി. കൌൺസിലർ MS ഷീല, ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MG ശ്യാമള, സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് സമിതി ആശുപത്രി അങ്കണത്തിൽ ആയുർവേദ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജനതാദളിന്റെ ഷീബ ബാബുവിനെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. CPI പ്രതിനിധിയായ അജിത വിജയൻ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ ചെയർപേഴ്സണെ തിരഞ്ഞെടുത്തത്. ADM CV സജനായിരുന്നു വരണാധികാരി. നടത്തറ ഡിവിഷനിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് ഷീബ ബാബു. ഉല്ലൂർ പ്രസ് ഫോറത്തിന്റെ TV അച്യുതവാര്യർ സ്മാരക അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള അവാർഡ് മാതൃഭൂമി ഗുരുവായൂർ ലേഖകൻ കല്ലൂർ ഉണ്ണികൃഷ്ണനും, ദൃശ്യമാധ്യമ അവാർഡ് മണ്ണുത്തി CTV റിപ്പോർട്ടർ ജോബി ജോണിനും ലഭിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി AC മൊയ്തീൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. എറണാകുളം വില്ലേജ് ഓഫീസിനു വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടം ഈ മാസം 18-ന് ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, മന്ത്രി VS സുനിൽകുമാർ എന്നിവർ പങ്കെടുക്കും. പരിപാടികളുടെ നടത്തിപ്പിനായി തൃശൂർ തഹസിൽദാർ കൺവീനറായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഓഖി ദുരിത ഭൂമിയിലേക്ക് വൈലത്തൂർ സെന്റ് സിറിയക് ഇടവകയും സർവ്വമത കൂട്ടായ്മയും ചേർന്ന് കാരുണ്യയാത്ര നടത്തി. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വർക്കിംഗ് ചെയർമാൻ PK ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അരി അടക്കമുള്ള 15 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി തിരുവനന്തപുരത്തേക്കാണ് യാത്ര നടത്തിയത്. ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് CBCI പ്രസിഡന്റും ആർച്ച് ബിഷപ്പുമായ സൂസപാക്യത്തിന് ഫാദർ ഡേവിസ് ചെർമൽ ഭക്ഷ്യവസ്തുക്കൾ കൈമാറും. ദുരിത പ്രദേശത്തെ ഭവന സന്ദർശനവും നടത്തും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊബർ ടാക്സിക്ക് പാർക്കിംഗ് നൽകുകയും പ്ലാറ്റ്ഫോമിൽ ബുക്കിംഗ് കൗണ്ടർ നൽകുകയും ചെയ്ത റെയിൽവേയുടെ നടപടിക്കെതിരെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ സൂചനാ പണിമുടക്ക് നടത്തി. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. ബുധനാഴ്ച റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ധർണ നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ പ്രകൃതിദത്തമായ വേസ്റ്റ് മാനേജ്മെന്റ് സംബന്ധിച്ച പദ്ധതി സ്വസ്ഥശുദ്ധി സംഘടിപ്പിച്ചു. കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാർഷിക സർവകലാശാല മൈക്രോബയോളജി വിഭാഗം ഹെഡ് ഡോക്ടർ D ഗിരിജ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ മാഗി ജോസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ബയോടെക്നോളജി വിഭാഗം തയ്യാറാക്കിയ പോട്ട് മണ്ണിര കമ്പോസ്റ്റിനൊരു കൈസഹായം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഡോക്ടർ D ഗിരിജ നിർവഹിച്ചു. കുടുംബശ്രീ യൂണിറ്റുകൾക്കും തിരഞ്ഞെടുത്ത 50 കുടുംബങ്ങൾക്കും വെർമി കമ്പോസ്റ്റ് വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം കൌൺസിലർ K മഹേഷ് നിർവഹിച്ചു. അധ്യാപകരായ V ദീപിക, ഡോക്ടർ സിസ്റ്റർ മീന K ചെറുവത്തൂർ, ഡോക്ടർ KL സജിത തുടങ്ങിയവർ സംസാരിച്ചു. മയക്ക് ഗുളികകളുമായി യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ MO വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. കാട്ടൂർ സ്വദേശി തറയിൽ വീട്ടിൽ ക്രിസ്റ്റിനെയാണ് കാട്ടൂരിലെ സ്വകാര്യ കോളേജിന് സമീപത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. KA ജയദേവൻ, CV ശിവൻ, MP ജിവീഷ്, PA ഗോവിന്ദൻ എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓൾ കേരള ബ്യൂട്ടീഷ്യൻസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ചെങ്ങമ്പുഴ ഹാളിൽ നടന്ന സമ്മേളനം ഓർഗനൈസേഷൻ സ്ഥാപക നേതാവ് KK രാമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AV ബൈജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി RB മോഹനൻ, NA ഹരി, VS രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ആവേശമാക്കാൻ കുന്നംകുളത്ത് വിപണി ഉണർന്നു. കുന്നംകുളത്ത് വിലക്കുറവിന്റെ തുണിക്കടയെന്ന ഖ്യാതി നേടിയ സാധാരണക്കാരന്റെ ഇഷ്ട ഷോപ്പിംഗ് വിസ്മയമായ കേരള വസ്ത്രാലയത്തിൽ തിരക്കേറി. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ
കേരള വസ്ത്രാലയത്തിൽ എത്തിത്തുടങ്ങുന്നതാണ് നിലവിലെ കാഴ്ച. പോക്കറ്റിനിണങ്ങുന്ന വിലയ്ക്ക് ഗുണമേന്മയും പുത്തൻ ഫാഷനും ഒന്നിക്കുന്ന വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമുള്ളതിനാൽ ഏവരും ഷോപ്പിംഗിനായി കേരള വസ്ത്രാലയം തിരഞ്ഞെടുക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ഈ കാഴ്ച. സാരികളും ചുരിദാറുകളും കുട്ടികൾക്കായുള്ള ഉടുപ്പുകളും ബനിയനുകളും ഷർട്ടുകളും ടീഷർട്ടുകളും സെറ്റ് സാരികളും ഉൾപ്പെടെ ആവശ്യമായതെന്തും കേരള വസ്ത്രാലയത്തിലുണ്ട്. ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈൻ തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമെന്നതും ഒരു കുടുംബത്തിനാവശ്യമായ വസ്ത്രങ്ങളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ലഭ്യമാണെന്നതും ഉപഭോക്താക്കളെ കേരള വസ്ത്രാലയത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. ആഘോഷമേതായാലും ഉപഭോക്താവിന്റെ താൽപര്യങ്ങൾക്കാണ് തങ്ങൾ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതെന്നും തങ്ങളെ വിശ്വസിച്ചെത്തുന്ന ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ മുഴുവൻ ഡിസൈനുകളുമായാണ് ക്രിസ്മസ് വിപണി ഒരുക്കിയിരിക്കുന്നതെന്നും സ്ഥാപന ഉടമ റെജി ചെറുവത്തൂർ പറഞ്ഞു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം കാണാനെത്തി വനത്തിനുള്ളിൽ അകപ്പെട്ട യുവാക്കളെ 2 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി. യുവാക്കളെ കണ്ടെത്താനായത് പാലപ്പള്ളിയിലെ ജനകീയ കൂട്ടായ്മയുടെ നിശ്ചയദാർഢ്യം. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ മരോട്ടിച്ചാൽ വനമേഖലയിൽ നിയമം ലംഘിച്ച് ദിനംപ്രതി വന്നെത്തുന്നത് നിരവധി പേർ. മരോട്ടിച്ചാൽ വനയാത്ര ഒട്ടും സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശത്തും മലിഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി. അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് മൃഗസ്നേഹികളുടെയും പുതിയ കേന്ദ്ര നിയമത്തിന്റെയും പേരിൽ. തൃപ്രയാറിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് വിപണന സംഘാംഗമായ യുവാവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗണേശമംഗലം സ്വദേശി ശരൺ സത്യയാണ് അറസ്റ്റിലായത്. നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് ഭൂമി കയ്യേറ്റം സംബന്ധിച്ച കളക്ടറുടെ അന്തിമ റിപ്പോർട്ട് അനന്തമായി നീളുന്നു. 3.5 മാസമായിട്ടും കയ്യേറ്റം സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാതെ അധികൃതർ. വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് ചൊക്കനയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. കാട്ടാനയുടെയും പുലിയുടെയും സാന്നിധ്യം മൂലം തോട്ടം തൊഴിലാളികൾ ഭീതിയിൽ. പട്ടാളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനത്തെ മറികടന്ന് തപാൽ വകുപ്പിന്റെ പുതിയ വ്യവസ്ഥകൾ. പഴയ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് കോർപ്പറേഷൻ കൌൺസിലർമാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോയ ലൂക്കാസ്,